ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റോസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ ചക്കയാണ് ഇടിച്ചക്കത്തോരന് ഭാഗമായിട്ടുള്ള ചക്ക. ഇതിലും വലിപ്പം കൂടിയാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ചിലർക്ക് ഇഷ്ടമുണ്ടാകും. ഞങ്ങൾക്ക് ഈ പാകത്തിനുള്ള ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. കുരു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇത് കറക്റ്റ് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാൻ പാകമായ ഒരു ചക്കയാണ്. ഇത് മുറിച്ചെടുക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. കയ്യാൽ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുറിക്കാം. ഇത് റൗണ്ടിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്ര പാടില്ല. നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഓരോ കഷ്ണം വീതം എടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ മുറിച്ച് എടുക്കാം. ഇത് നമ്മൾ റൗണ്ടിൽ മുറിച്ച് വെച്ചു. നമുക്കിതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെത്തിയെടുക്കാം. നമുക്കിങ്ങനെ സൈഡ് വഴി ഇങ്ങനെ ചെത്തിയെടുക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി നല്ലോണം മുളഞ്ഞുള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് ചെത്തണത്. റൗണ്ടിലിങ്ങനെ കണ്ടിച്ചെടുത്തു. പിന്നെ ഇനി നമുക്കിത് പുഴുങ്ങാൻ വയ്ക്കാം. ആവി കയറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂഞ്ഞി വേണേൽ ഇപ്പം കളഞ്ഞിട്ടും വയ്ക്കാം. ഇത് ഇങ്ങനെ അങ്ങോട്ട് പുഴുങ്ങിയിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിൽ ഇത് അടത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം. ഇത് നല്ല വൃത്തിക്ക് കഴുകി വെച്ചതാണ്. ഇനി നമുക്കിത് പുഴുങ്ങാൻ വയ്ക്കാം. ഇഡ്ഡലി തട്ടിൽ ഓരോന്നോരോന്നെടുത്ത് നമുക്കിതിൻ്റെ അകത്ത് വയ്ക്കാം. ഇതിന് പുഴുങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഇടിച്ചക്കത്തോരൻ്റെ കുറച്ച് തേങ്ങ, പിന്നെ വെളുത്തുള്ളി, കരിയാപ്പില, 2 പച്ചമുളക്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ മുളക്. ഇതിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് 2 എടുത്തുള്ളൂ. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. നമുക്ക് തേങ്ങയുടെ മീതെ ഇട്ട് വയ്ക്കാം. ഇത്രയും സാധനമാണ് നമുക്ക് ഈ അരപ്പിന് വേണ്ടത്. കറിവേപ്പില ഉള്ളവർ കുറച്ചുകൂടി എടുത്തോ. നമുക്കിവിടെ ഇല്ല, ഈ സാധനം കുറവാണ്, അതുകൊണ്ട് ഞാൻ 2 തണ്ട് എടുത്തുള്ളൂ. നമുക്കിത് അരപ്പ് തയ്യാറാക്കാം. വെളുത്തുള്ളി, മുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിടാം. നമുക്ക് ജീരകം ഇടാം. പിന്നെ തേങ്ങായും, ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ 1-2 പ്രാവശ്യം കറക്കി കഴിയുമ്പോൾ ഇത് അരഞ്ഞു കിട്ടും. തയ്യാറായി. നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇടാം. നമുക്കൊരു 2 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞതിൻ്റെ അകത്തിടാം. നേരത്തെ കഴുകി വെച്ച ഉഴുന്നാണ്. കുറച്ച് ഉഴുന്നും ചേർക്കാം. ഉഴുന്ന് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്. പത്തൽമുളക് കൊണ്ട് ചേർക്കാം.
ഇതിൻ്റെ അകത്തേക്ക് അരപ്പിട്ടിട്ട് കുറച്ച് ഉപ്പുനീര് ചേർക്കാം. നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യത്തിന് ചേർക്കാം. ചക്ക ആക്കണം. നമുക്കിങ്ങനെ മുറിച്ചിടാം, കുഞ്ഞില്ലാതെ അടർത്തിയെടുക്കാം. പക്ഷെ ചൂട് നമുക്കിത് ചെറുകനെ ഒന്ന് കറക്കിയെടുക്കാം. ഒറ്റ കറക്കിന് തന്നെ ഇതായിക്കോളും. കറക്കിയില്ലെങ്കിലും കൈകൊണ്ട് ചൂടാറി കഴിയുമ്പോൾ അടുത്തടുത്ത് ഇട്ടാലും മതി. ചെറുകനെ ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. നമുക്ക് ഈ അരപ്പിലേക്ക് ചേർക്കാം. അടിപൊളി ഇടിച്ചക്ക തോരൻ റെഡിയായി. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി. ഉപ്പും എരിവും എല്ലാം കണക്കിനായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യണം.